നമസ്കാരം. അപ്പം വലിയൊരു ദൗത്യം കഴിഞ്ഞ് വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഷെഫിള്ളയുടെ സഞ്ചാരി എന്ന റെസ്റ്റോറൻറ്റ് ഇനാഗ്രേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു ഹൈദർക്ക, താങ്ക് യു സോ മച്ച്. ഇത് എത്രാമത്തെ ഷോപ്പാണ്? അന്ന് നമ്മുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ 13 കണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഇത് 27ാമത്തെ പ്രൊജക്റ്റാണ്. അതെ, സഞ്ചാരി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആദ്യത്തതും അത് പാലക്കാടും ബത്തേരിലൂടെ വരുന്ന ഇത് അതിന്റെ ഒരു ഫസ്റ്റ് കൺസെപ്റ്റ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര ക്രൗഡായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇത് പ്ലാൻ ചെയ്തത്. തീർച്ചയായിട്ടും ഒരു ദിവസം മുന്നേ, അതായത് തലേ ദിവസം രാത്രി 2 മണിക്കാണ് ഫൈനൽ കൺഫർമേഷൻ എത്തിയത്. ഇങ്ങനെ വരാം ഏത് ദിവസമാണ്, അപ്പോൾ നമുക്കൊരു പ്രിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്ക് അല്ലെ പ്രീവിയസ് വീക്കിലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് സുഖമില്ലാതാകുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എന്ന് വേണേലും വരും. പക്ഷെ സഡൻലി ഒരു 24 hours മുമ്പ് ജസ്റ്റ് പറയുക ലാലേട്ടൻ വരിക, പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു അസംഭവീയ കാര്യമാണ്. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വരുന്നു, അതിനിടയ്ക്ക് ഒരു 1 hour ഒരു 1 day കൊണ്ട് ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ടീം എല്ലാം കൂടെ അല്ല, പക്ഷേ ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ റെസ്റ്റോറൻറ്റിൽ വരിക, കിച്ചണിൽ വരിക, കുക്ക് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ഡിഷ് നമുക്ക് റെസിപ്പി ആയിട്ട് തരിക, അത് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടുത്തെ സഞ്ചാരികൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഭയങ്കര. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ സംബന്ധിച്ചുള്ള ഒരു വലിയ ആത്മബന്ധമാണ് അല്ലേ? ലാലേട്ടനായിട്ട് ഭയങ്കര എല്ലാ മലയാളികൾക്കും ഒന്ന പോലെ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഏതൊരു മലയാളികളെ ഒരു സിനിമ കണ്ട ഒരാളെ രസിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ചെറുപ്പം മുതൽ ഒരു കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഏതൊക്കെ കാറ്റഗറിയിലുള്ള മനുഷ്യരുണ്ട് അവരുടെയൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായ ഒരു മനുഷ്യനാണ് ലാലേട്ടൻ. അപ്പോൾ അത് അവരെ ആ ഒരു ആത്മബന്ധം അല്ലാതെ തന്നെ എല്ലാവർക്കും ഉള്ളവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഷെഫ് എന്ന നിലയിൽ കുറച്ച് അടുത്തിടപഴകാൻ പറ്റി, അദ്ദേഹത്തിന് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ യാത്ര എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്ന ഓരോ മൊമെൻറ്റ്സ് നമ്മളൊരു അത് ഞാൻ മാത്രമല്ല ഓരോ ആൾക്കാർ നിങ്ങളൊക്കെ അറിയാം. ദ മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ഓറയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാവുന്ന ഒരു. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ഒരിക്കലും പ്രതീക്ഷയല്ല, പെട്ടെന്ന് ഒരു ഡേറ്റ് കിട്ടി. നമ്മൾ ഇനാഗ്രേഷൻ ലാലേട്ടനാണ് നമ്മൾ അന്ന് തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. അതെ, അല്ലാതെ ഒരു ഇനാഗ്രേഷൻ. അതെ, അതുകൊണ്ട് ഒരു മാസമായിട്ട് നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് വെക്കായിരുന്നു. അതെ, എനിക്കൊന്ന് സെമി റംസയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് സെമി റംസയെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സെമി റംസ ആണ് ഇതിൻ്റെ ഒരു നിങ്ങളുടെ മുഖ്യ സംഘാടകനെന്നല്ല, ഇത് അതിനേക്കാൾ ഉപരിയാണ്. ബിയോണ്ട് പാർട്ട്ണർ, ബിയോണ്ട് ഫ്രണ്ട് എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിക്ക് ഇപ്പം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രീവിയസ് സ്ഥാപനമായിരുന്നു. ഒരു വെജിറ്റേറിയൻ കൺസെപ്റ്റിൽ ഹരിപ്പാട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, ഷെഫേ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് വന്ന് കാണണം. അപ്പോൾ ഞാനിങ്ങനെ ബിസിയിൽ കാണാം, എപ്പോഴെങ്കിലും കാണാം, അതൊന്ന് സെറ്റ് ചെയ്യണം, അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഷെഫ് ഒന്ന് അത് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഒരു 1 year ആയിട്ട് ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഔചാരികമായിട്ട് പുള്ളി ഷെഫ് ഇങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് കൊച്ചിയിലോട്ട് വരുവാണ്, എവിടെ എത്തി? അപ്പോൾ കൊല്ലത്തെത്തി. അപ്പോൾ എനിക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പറ്റുമോ? ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടും സൈമിൾട്ടേനിയസ്ലി പുള്ളി കൊച്ചിയിൽ നിന്ന് വരുന്നു, ഞാൻ കൊല്ലത്ത് വരുന്നു, ഒരേ സമയത്ത് ഇവിടെ ഒന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും ഷെഫ്, ഇതിന് കോവിഡിന് തുടങ്ങിയാണ്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിന് മുന്നോട്ട് പോവുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, ബിസിനസ് നോട്ട് ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നല്ലൊരു സ്ഥാപനമാണ്, ഇത് കണ്ടിട്ട് നല്ല വാഷ്റൂം ഉണ്ട്, ഹൈവേ ആണ്, തിയേറ്റർ ഉണ്ട്, പാർക്കിംഗ്, എല്ലാ ഫെസിലിറ്റി, എന്തുകൊണ്ട് ഇത് വർക്കാവില്ല? അപ്പോൾ പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞു നമുക്കെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ലാലേട്ടൻ്റെ തിയേറ്ററാണ്. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഷെഫ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഷെഫ് ഇത് നിങ്ങളെങ്കിൽ അത് നല്ലൊരു കൺസെപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഒരു ഫോൺ. അപ്പോൾ പിന്നെ ഒരു വിപ്ലവമാണ്. പെട്ടെന്ന് ഒരു 3 months കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതാണ് എൻ്റെ കഥ. ആന്റണി ചേട്ടനെ നമ്മൾ പറയാതെ ആന്റണി ചേട്ടൻ ഇന്നലെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അത് തിരക്കിലാണ്, പുതിയ കുറേ സംഭവത്തിൻ്റെ ഒക്കെ തിരക്കിലാണ്. പലവട്ടം വിളിച്ച് എല്ലാ പിന്തുണയും ഭയങ്കര ഫുൾ ഹേർട്ടിൽ അവരൊക്കെ എന്ന് വെച്ചാൽ ഹൃദയം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. മോറോവർ അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും കൂടാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതല്ലാതെ തന്നെ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത സമയത്തെല്ലാം ആദ്യം തന്നെ വന്ന ആൾക്കാരാണ് അവരൊക്കെ. തീർച്ചയായിട്ടും വന്ന് കയറുമ്പോൾ ആന്റണി ചേട്ടൻ്റെ പടമാണ്. വന്ന് കയറുമ്പോൾ തന്നെ പാടുന്നത് തൊട്ടടുത്തിനാണ് ലാലേട്ടൻ സംഗീതമാണ്. നിങ്ങളുടെ ഒരു യാത്രയാണ് അല്ലേ? അതെ, നമ്മുടെ മലയാള സിനിമയിൽ ആരൊക്കെ ഉണ്ട് ഇവരുമായിട്ട് യാത്ര ചെലവഴിച്ച ഫോട്ടോസാണ് ഇവിടെ കയറി വരുമ്പോൾ ആളുകളെ പ്രേക്ഷകരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ഇവിടെ വേറെ ആളുകളെ കൊണ്ടുവരുന്നത് ഇന്ന് കൊച്ചിയിലുണ്ട്. അദ്ദേഹം സിനിമയുടെ പ്രൊമോഷൻ ആ സമയത്താണ് ഇവിടെ എല്ലാവരും വന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇത് ഇനി അടുത്ത സ്ഥാപനം എവിടെയാണ്? കണ്ണൂർ. അടുത്ത ഇനി ഇതേ ബ്രാൻഡ് ഓപ്പണിംഗ് ഇനി നെക്സ്റ്റ് പാലക്കാട് അടുത്ത ആഴ്ചയുണ്ട്. അതിനുശേഷം ബത്തേരി
ഏരിയയിലുണ്ട്. അതിനുശേഷം മീൻ ഫോറം മോളിൽ വരുന്നു, യുണൈറ്റഡ് കോക്കനട്ട് സെൻട്രൽ സ്ക്വയർ മോളിൽ വരുന്നു, മീൻ കൊച്ചിയിൽ കൊല്ലത്ത് വരുന്നു. അങ്ങനെ ഒരു 16 ഓപ്പണിംഗ് ബഹ്റിനിലും കുവൈറ്റിലും ഖത്തറിലും ദുബൈയിലുമായിട്ട് ഒരു മോർ ദാൻ 20 പുതിയ പ്രൊജക്ട് നെക്സ്റ്റ് 3-4 മന്ത്സിലുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇത് നമ്മുടെ ആദ്യം തന്നെ അതിനൊക്കെ സന്തോഷം. നിങ്ങളിങ്ങനെ ഓടി നടന്നു എല്ലാവരുടെയും ഒരു ആസ് എ പേഴ്സൺ ഒരു ഫ്രണ്ടിനുപരി ഒരു ഏതൊരു സംരംഭത്തിന് അല്ലെങ്കിൽ ഏതൊരു നല്ലതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഇത് ഇദ്ദേഹം തിരക്കായിട്ട്, കാരണം ഒരു ദിവസം വിളിക്കാണ്ട് ഓടി. ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് ഷെഫെ ഞാൻ ദേ ഇവിടെ ഒന്ന് ഓപ്പണിംഗ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹം പറഞ്ഞു പ്ലീസ് എന്ന് പറഞ്ഞ് അന്നേരം. അത് കൂടാണ്ട് ഏറ്റവും വലിയ രസം ഇതിൻ്റെ ആദ്യത്തെ ഒരു കസ്റ്റമറുകളാണ്. അന്നത്തെ ഒരു ഷൂട്ടിന് പോയപ്പോൾ ട്രയലിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ഇദ്ദേഹത്തിനാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു ഹൈദരാബാദ്. താങ്ക് യു സോ മച്ച്.